1, 3, 4, 6, 7, 10, 8, 9, 10. Brother finger, brother finger. Here I am, here I am. Paper finger, paper finger. Here I am, here I am. Here I am. Aki finger, aki finger. Here I am, here I am. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 7:45 കേട്ടോ. ഒന്ന് ഫ്രഷായി രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഈ കണ്ണിൽ എന്താണെന്ന് അത്ര ഒരു റെഡിഷ്നെസ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഡിമ്പിളിനൊക്കെ പാലക്കാട് പോകേണ്ട ആവശ്യമുണ്ട്. മമ്മി പോണില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. കാരണം 2 തരുപ്പന്മാരെ നമുക്ക് സ്കൂളിൽ വിടണം. പാച്ചുവിനെ വിടണം, തൂമുവിനെ വിടണം. ഇനിയിപ്പോൾ രാത്രി പ്ലാൻ മാറ്റുമെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും ഒന്നിച്ച് പോകുമെന്ന് അറിയില്ല. എന്തായാലും ഇന്നലെ രാത്രി വരെ അവരൊന്നും പോണില്ല. ഡാഡിയും ഡിമ്പിളും മാത്രമേ പോകണുള്ളൂ കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്നാൽ പൂരിയും മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും വായോ, നമുക്ക് താഴെ പോവാട്ടോ. അപ്പം ഞാൻ താഴെ വന്നു, തുമ്മലും തുടങ്ങി. സമയം 7:45 കേട്ടോ. ഏതെങ്കിലും മസാലയ്ക്കുള്ള കിഴങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം നമുക്ക് വേഗം വെക്കാം കേട്ടോ. കഴിക്ക്, വേഗം കഴിക്കുക. ചാക്കോ, പാച്ചോടെ ചാക്കോ, പാച്ചോടെ പോയാ? എവിടെ പോയി? പാച്ചുട്ടനാണ് പേടി. പിള്ളേർക്കുള്ള ദോശ. റെഡി? വാ, കുളിക്കാൻ പോവാ. വാ വാ വാ, സ്കൂളിൽ പോണം. വാ 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 വാ. Are you ready? പാച്ചോടെ കണ്ടേ. ഈശോ, ഇതിപ്പോ അതിലെ കൂടെ വന്നാ. തോമോ, are you ready to go to school? No. ചാക്കോച്ചന് സ്കൂളിൽ പോടാ. പിന്നെ പോവാട്ടാ. രാവിലത്തെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ക്ലീൻ ചെയ്ത് പിള്ളേർ സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ ചാക്കോച്ചന് ഞാൻ ഓൾറെഡി ഭക്ഷണമൊക്കെ കൊടുത്തു. അവന് ദോശയും കൊടുത്തു, ഒരു പൂരിയും കൊടുത്തു. അവൻ ഫിൽഡായി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കാണാം. 1, 3, 4, 6, 7, 10, 8, 9, 10. A B C D H I J K Q A B C D. ചിരിക്കണ്ട, പറ. A B C D. അമ്മ മിണ്ടില്ല, പോ. അപ്പൊ പാട്. A B C D
HIJK Q I love you. പേപ്പന്റെ പൊന്നു മോനാരാ? നാനാ പ്ലീസ്. അക്കിയുടെ പൊന്നു മോനാരാ? ഷോ. മമ്മിയുടെ പൊന്നു മോനാരാ? ഞാനാ പ്ലീസ്. ലീലമാമയുടെ പൊന്നാരാ? ലീലമാമ എവിടെ? പാപ്പിയുടെ പൊന്നാരാ? അത് നീയാ? One, 2, 3, 4 ABCD HIJK. Daddy finger, daddy finger. Here I am, here I am. Mommy finger, mommy finger. Here I am, here I am. Brother finger, brother finger. Here I am, here I am. Paper finger, paper finger. Here I am, here I am. Here I am. Aki finger, aki finger. Here I am, here I am. ചേച്ചി ഫിംഗർ, ചേച്ചി ഫിംഗർ. ചേച്ചി പോയി. ചേച്ചിനെ പറഞ്ഞ സങ്കട കുട്ടിക്ക് ചേച്ചിൻ്റെ മിസ്സിയുണ്ട് അല്ലേ ചാക്കോ? ഇതേ ചേച്ചി വിളിക്കണു. വായോ ചേച്ചി, വസന്ത ചേച്ചി വിളിക്കണ്ട. ചേച്ചിന്ന് വിളിച്ചേ. വായോ ചേച്ചി. മാമു തായോന്ന് പറ. മാമു തായോ. ചേച്ചിനെ വിളിക്കേ. വായോ. മാമു തായോ. നമ്മുടെ ചുറ്റുമണിയാ. അടിച്ചാ ഞാൻ തിരിച്ചടിക്കും. അമ്മയ്ക്ക് തലവേദന എടുക്കണം ചാക്കോ. തലവേദന എടുക്കണം. വാവു തലവേദന എടുക്കണം. ഓ ഉള്ള തലവേദന കൂട്ടണ്ട. ഹലോ ഇടി ആരും പറയണ്ട കേട്ടോ. ആ പണങ്ങിക്കോ. എനിക്കൊന്നുമില്ല. നീ പണങ്ങിക്കോ. പണങ്ങി കിടന്നു. പണങ്ങി കിടന്നു. പണങ്ങി കിടന്നു. എന്തോ പണങ്ങി. അമ്മ പണങ്ങി. ബൈ പറ. അപ്പം ഞാനൊരു കുട്ടി റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയും താഴെ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം പോയി ഒന്ന് ചാക്കോച്ചനോട് റൂമിൽ ഇരുന്നിട്ട് വന്നാണ് കേട്ടോ. ഉറങ്ങാനൊന്നും പറ്റില്ല, ചാക്കോച്ചൻ ഉറങ്ങാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുമ്പോൾ മമ്മിക്ക് മുട്ട പൊരിച്ചത് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുട്ട പൊരിച്ചതും രസവും കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വെച്ച മുതിരയും മീൻ വറുത്തതും ഇരിപ്പുണ്ട്, ചമ്മന്തി ഇരിപ്പുണ്ട്. അതും എടുത്ത് അവസാനിപ്പിക്കണം. ഡാഡിയും ഡിമ്പിളും എന്തായാലും ലഞ്ചിനുണ്ടാവില്ല. അങ്ങനെ അത് കിഴങ്ങ് മെഴുക്കുവരട്ടി ഞാൻ വേഗം വെച്ചു. ഇത് കോട്ടയം വെപ്പാണ്, മീൻസ് എൻ്റെ അമ്മ വെക്കുന്ന രീതിയിൽ ഞാൻ വെച്ചാണ് കേട്ടോ, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് ഊറ്റി. അങ്ങനെ ഒരു 12:30 ആയപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയായി. എല്ലാം ചൂടാക്കേണ്ടത് ചൂടാക്കി വെച്ചു. ചോറ് തിളപ്പിക്കാൻ ഊറ്റി വെച്ചു. അപ്പം ഞാനൊരു ഗ്യാപ്പിൽ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബെഡ്ഷീറ്റ്സ് ഞാൻ അലക്കായിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അലക്കിയിട്ട് ഇവിടെ ഫുള്ള് അടിച്ചു വാരി. നമ്മുടെ അപ്പുറത്തെ റംബൂട്ടാൻ്റെ ഇല മൊത്തം വീണെടുക്കുക. അപ്പം വേഗം ഞാനത് കിണറിൻ്റെ മുകളിൽ നിന്നൊക്കെ അടിച്ചെടുത്ത് എന്തായാലും ഇറങ്ങിയതല്ലേ, ചെടിയും നനച്ചേക്കാമെന്ന് വിചാരിച്ച് 2 സൈഡും ചെടിയൊക്കെ നനച്ച്
അവരെന്തായാലും 2-3 ദിവസം തന്നെ കണ്ട മമ്മിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ നനയ്ക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ മമ്മി ഒരു റൊട്ടീൻ പോലെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ചെടി നനയ്ക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കയറി തൂക്കി കയറി വെടി വെക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഞാൻ വേഗം നനച്ചെടുത്തു. കാരണം നമ്മുടെ പിള്ളേർ വരാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അപ്പുറത്തെ സൈഡും ഈ പറഞ്ഞ പോലെ അവരുടെ കൂടൊന്ന് ക്ലീൻ ചെയ്യണം, ചെടി നനയ്ക്കണം. അപ്പം ഡിമ്പിളുടെ വണ്ടി അവിടെ കിടപ്പില്ല, ഡോൺ ചേട്ടൻ കൊണ്ടുപോയേക്കാണ് കേട്ടോ. അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഞാനിവിടെ ഡിമ്പിളുടെ ജനലിൽ ഇരിക്കുന്ന ചെടിയും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കൂട് അടിച്ച് കഴുകി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അതെല്ലാം അടിച്ച് കഴുകി അപ്പോഴാ ഓസ് ത്രികോണയിൽ നിന്ന് കിടന്നു. അപ്പോൾ അതിന് എടുത്ത് നേരെയായിട്ട് ഞാൻ മുറ്റം ഒന്ന് കാർപോസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് വിട്ടു കേട്ടോ. കാരണം കാർ എപ്പോഴും കിടക്കുന്നതുകൊണ്ട് പറ്റാറില്ല. അപ്പോൾ അതേ മമ്മിക്ക് വേഗം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ട പൊരിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. മമ്മിക്ക് എന്തോ പെട്ടെന്നൊരു ക്ഷീണം പോലെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും മമ്മിയും ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ചാക്കോച്ചന് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ ചാക്കോച്ചൻ അതിന് അടിപിടിയാവും. അപ്പോൾ ഞാൻ ചാക്കോച്ചന് കൊടുത്തിട്ട് ദേ വന്നിരുന്ന് കഴിക്കാൻ പോവാണ്. മമ്മി ഇവിടെ ഇരുന്ന് കഴിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ഫോൺ നോക്കി ഒരു നേരം പോക്ക് പോലെയാണ് കഴിക്കുക. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരുടെ എൻട്രി ആയിട്ടോ. അങ്ങനെ ദേ പാച്ചു വന്നപ്പോൾ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ ഞാൻ വേഗം ഡോൺ ചേട്ടൻ ഭക്ഷണം കൊടുത്തിട്ട് മോളിൽ കയറ്റാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇവിടെ നിന്നാൽ ശരിയല്ല. അപ്പോൾ 2 മണിക്ക് മുമ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മോളിൽ കയറി. ഞാനൊരു 6:45 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങി വന്നത്. അപ്പോൾ പാച്ചുവിന് ഹാപ്പി ഹിപ്പോയിലൊക്കെ പോകണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഡോൺ ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ കൊള്ളി വറുത്തത് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ നടത്തറയിൽ നല്ല അടിപൊളി കൊള്ളി വറുത്ത് കിട്ടും കേട്ടോ. ഒരു വണ്ടിയിൽ ചേട്ടൻ ചെയ്യുന്ന നൈസ് എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് അരിഞ്ഞത്. അപ്പം ദേ പിള്ളേരൊക്കെ വർത്താനം പറഞ്ഞ് പാച്ചു അപ്പോഴത്തേനാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പാച്ചുവും വന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും ഡിന്നറിന് ഇങ്ങനെ ചപ്പാത്തിയാണോ ചോറാണോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അപ്പം ചോറ് വെക്കാമെന്ന് വെച്ചിട്ട് 8 മണി കഴിഞ്ഞപ്പോൾ ദേ ഞാൻ ചോറ് വെച്ചു, പിള്ളേരുടെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞിട്ട് ഇന്നലെ ഡാഡി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴുകാണ്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഞാൻ വേഗം വെള്ളത്തിലിട്ട് കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ ഡാഡി വൈകുന്നേരം വേറെ ഒന്ന് പുറത്ത് പോയപ്പോൾ ഡിമ്പിൾ കക്കറച്ചി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതേ കക്കറച്ചി കൊണ്ടുവന്നപ്പം ഞാനത് കൈയോടെ വേവിച്ച് വെച്ചു. ഫ്രീസറിൽ വെച്ചിട്ടെടുക്കുമ്പോൾ പിന്നെ അതൊരു സുഖമില്ല, വേവിച്ചെടുത്താൽ പിന്നെ നാളെ കറിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതേ ഞാനത് വേവിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി മീൻ വറുത്തതും നല്ല ഉപ്പിലിട്ട മാങ്ങയുടെ ചമ്മന്തിയും ഒക്കെ ആയിട്ട് ചോറുണ്ണാൻ. അപ്പോൾ ഇതേ പിള്ളേരോടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതൊക്കെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് മാറുമ്പോൾ മമ്മി ലാസ്റ്റ് കിടക്കാൻ നേരത്ത് അതൊക്കെ എടുത്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഇതേ പിള്ളേരെല്ലാവരും കൂടെ കൂടി കളിയാണ് കേട്ടോ. ഞാൻ വേഗം മത്തി വറക്കാനിട്ടു, ഒന്ന് മൊരിയണ്ടേ. എനിക്ക് മൊരിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മൊരിഞ്ഞത്. അപ്പോൾ ഞാൻ സ്ലോ ഫ്ലെയിമിലിട്ട് മൊരിയിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേഗം ചോറ് ഒരു 9 മണിയായപ്പം എല്ലാം റെഡിയായി. പിന്നെ ഈ സമയത്താണ് ഡാഡി മമ്മിയും ഡിമ്പിളും ബിസിനസ്സിനൊക്കെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഡിലേ. അപ്പോൾ ഡോൺ ചേട്ടനോട് ഞങ്ങൾ പറയും വെയിറ്റ് ചെയ്യണ്ട, കഴിച്ചോ. ഡോൺ ചേട്ടൻ വിശന്നിട്ടായിരിക്കും വരിക. അങ്ങനെ അപ്പോൾ ഇത് ഡോൺ ചേട്ടന് ആദ്യം ഡോൺ ചേട്ടൻ ഉൾക്കാടനം ചെയ്യുക, അല്ലെങ്കിൽ ഞാനേ ഉൾക്കാടനം, അങ്ങനെ പുറകെ എല്ലാവരും വന്ന് കഴിച്ചോളും. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വെള്ളം മമ്മി എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ വേഗം മോളി വന്നിട്ട് സിറ്റ് ഔട്ട് അടിച്ച് കഴുകി ഇട്ടിട്ടുണ്ട്. ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ആഴ്ച ഒരിക്കൽ സിറ്റ് ഔട്ട് അടിച്ച് കഴുകും കേട്ടോ. പൊടിയാകുമ്പോഴത്തേനും ഞാൻ അടിച്ച് കഴുകും. അത് പിള്ളേരില്ലാത്തപ്പോഴേ പറ്റുള്ളൂ, രാവിലെ ഒട്ടും പറ്റില്ല. അപ്പം ഞാൻ എല്ലാം കഴുകി. നമ്മുടെ ചെടിയുടെ അപ്ഡേറ്റ് കാണണ്ടേ. 2-3 ചെടികളൊക്കെ വാടിപ്പോയി. പിന്നെയും ചാകണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് കഴുകിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് കാലും കൊണ്ട് തട്ടിക്കളഞ്ഞു. നമ്മുടെ ചെടികൾക്കൊന്നും വലിയ പ്രശ്നമില്ല, എന്നാലും റോസൊക്കെ നശിച്ച് പോയ പോലെയാണ്. എന്നാലും നോക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേഗം പോയി ഞാൻ കുളിക്കട്ടെ കേട്ടോ. കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം. അങ്ങനെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ എടുക്കണം, എന്നിട്ട് വേണം കുളിക്കാൻ പോകാനായിട്ട്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇനി കുളിക്കണം, കിടന്നുറങ്ങണം, വീഡിയോ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നാളെ ശനിയാഴ്ചയാണ്. സോ രാവിലെ എഴുന്നേക്കാൻ മടിയാവും. നാളെ എനിക്ക് പറ്റിയാൽ പോയി ഒന്ന് ത്രെഡൊക്കെ ചെയ്യണം, കാരണം സൺഡേ പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ട് 2 മാസം ആകാറായി. അപ്പം ഞാൻ വിചാരിച്ചു നാളെ പോയി ത്രെഡ് ചെയ്തിട്ട് വരാമെന്ന്. അപ്പം അങ്ങനെ വേറൊരു ഡേയും അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.